സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. വരുന്ന 5 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരവും പാലക്കാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴക്കെടുതിയിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ ഇപ്പോഴും കനത്ത് പെയ്യുകയാണോ? വലിയ നാശനഷ്ടമാണോ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്? മഴ ശക്തമായി തന്നെ തുടരുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇടവേളകളില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടും വയനാടും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നു. മലപ്പുറത്തും മഴയുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണെങ്കിലും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള മഴ ദുരിതമോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വയനാടും കോഴിക്കോടുമാണ് വലിയ രീതിയിലുള്ള മഴ ദുരിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴവെള്ള പാച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. മലയോര മേഖലകളിലാണ് കൂടുതലും ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നഗരമേഖലകളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ശക്തമായ മഴയും വനപ്രദേശങ്ങളിലൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നത് മലയോര മേഖലയിലാണ്. കോഴിക്കോട് ചാലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. തുടർന്ന് ചാലിപ്പുഴ ഒഴുകി പോകുന്ന ചെമ്പുകടവ് പാലം മുങ്ങി അവിടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അടക്കം കുട്ടികൾക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടും ഒക്കെ കുട്ടികൾ ഈ പാലം കടന്ന് പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടാണ് അതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. ഈ കാടുകളിലടക്കം മഴ പെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിവിധ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പുനൂർ പുഴയിലെ വെള്ളം കരകവിഞ്ഞ് ഒഴുകുന്നൊരു സാഹചര്യമാണ്. ഇരവഴഞ്ഞി പുഴയിലെയും വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചു വന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടങ്ങിയ മഴ ശക്തമായി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം. രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇനിയും അവസാനിച്ചിട്ടില്ല. വയനാട് ജില്ലയിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വയനാട് വെള്ളിമല വില്ലേജിന് സമീപത്ത് ശക്തമായ മഴയെ തുടർന്ന് 2 കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും വയനാട് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ബാണാസുര സാഗറിലെ ജലനിരപ്പ് ഉയരുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 1 മീറ്റർ കൂടി വെള്ളം ഉയരുകയാണെങ്കിൽ ബാണാസുര സാഗറിലെ ഡാം തുറന്ന് വെള്ളം ഒഴുക്കിവിടാനുള്ള ഒരു സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാലും വെള്ളം തുറന്നു വിടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകൾ നൽകിയതിനു ശേഷം മാത്രമായിരിക്കും ജലം തുറന്നു വിടുക എന്ന് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലാണ് പ്രധാനമായും ശക്തമായ രീതിയിൽ സംസ്ഥാനത്ത് മഴ പെയ്യുന്നത്. രാവിലെ മുതലേ ഇപ്പോൾ സംസ്ഥാനത്ത് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാവിലെ മുതലേ യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന ജില്ലകൾ വടക്കേ മലബാറിലെ ജില്ലകളാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലകളിലും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്ക് ഇടവേളകൾ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ ഇല്ലാതെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ മണിക്കൂറുകളും മുന്നോട്ടേക്ക് പോകുമ്പോൾ മഴയോടനുബന്ധിച്ചുള്ള വെള്ളപ്പാച്ചിലൊക്കെ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നു അല്ലെങ്കിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പുറത്തു വരുന്ന വാർത്തകൾ. മലയോര മേഖലകളിലെ വൃഷ്ടിപ്രദേശങ്ങളിലും വനമേഖലയിലും ഒക്കെ മഴ പെയ്യുന്നതിനാൽ നഗരത്തിൽ കൂടി ഒഴുകുന്ന പുഴകളിലും ഇത്തരത്തിൽ വെള്ളം വർദ്ധിച്ചിട്ടുണ്ട്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടു വരുന്നു. എന്നാൽ ഈ മഴയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുപോലെയുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. KP